യെശയ്യാവ് എന്താ പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, എഴുന്നേൽക്കണം നീ. അടുത്ത വാക്ക് പറഞ്ഞ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ, അതിന്റെ അർത്ഥം എന്താ? ഇനി മൂടാൻ പോകയാ. പക്ഷെ നീ സുരക്ഷിതമാ. നിന്റെ മേലോ അവരുടെ മേലുള്ളതല്ല, വേറൊന്ന് ദൈവം വെക്കും. ലോകക്കാർക്ക് വെക്കാത്ത ഒന്ന് നിനക്ക് ദൈവം വെക്കാൻ പോകുക. ലോകക്കാർക്ക് കൊടുക്കാത്ത ഒന്ന് നിനക്ക് ദൈവം തരാൻ പോകുക. പ്രൊട്ടക്ഷൻ അല്ല, അഡീഷണൽ, അധികമായ ചില സംരക്ഷണം ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. തീർന്നില്ല. ലോകത്തിനെയും ദാരിദ്ര്യം വർദ്ധിക്കും, എന്നാൽ നിന്നിലേക്ക് ദൈവത്തിന്റെ സമ്പത്തുകൾ ഒഴുകും. ഞാൻ ഈ പറയുന്നത് 60-ാം അധ്യായമാണ്. ദേശത്തിന് ക്ഷാമമുണ്ടാകും, എന്ന് നിന്നിലേക്ക് സമ്പത്തിനെ ദൈവം തരും. ലോകത്തിലെ തലമുറകളെ പിശാച് അടിമകളാക്കി കൊണ്ടുപോകും, എന്നാൽ നിന്റെ തലമുറകളെ രാജാക്കന്മാർ തോളിലെടുത്തു കൊണ്ടുവരും.